തീർച്ചയായും ഒരുപക്ഷെ ശിക്ഷയെ സംബന്ധിച്ച് നമുക്ക് പറയാനാകില്ല. പക്ഷേ ആ വകുപ്പുകൾ വെച്ചിട്ടാണ് അനുമാനങ്ങൾ, പ്രോസിക്യൂഷൻ്റെ ആവശ്യങ്ങളടക്കം. പക്ഷേ എന്തായിരുന്നാലും ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് അസന്നിഗ്ധമായി കോടതി വിധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇതെത്തുന്നത്. ഷഫീഖിൻ്റെ പിതാവും രണ്ടാനമ്മയുമാണ്. ഷഫീഖിൻ്റെ അമ്മ മരണപ്പെട്ടതായിരുന്നു അല്ലേ? അത് മാത്രമല്ല, ഈ ഷഫീഖിൻ്റെ അവസ്ഥയൊക്കെ ജഡ്ജി നേരിട്ട് എത്തിക്കാണുകയും ചെയ്തു, ന്യായാധിപൻ നേരിട്ടെത്തി കാണുകയും ചെയ്തു. അങ്ങനെ വലിയ കരുതൽ ഈ വിഷയത്തിൽ സമൂഹത്തിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജോസിൽ, തീർച്ചയായിട്ടും കോടതി എല്ലാ തലങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഈ പ്രതികൾ രണ്ടുപേരും, അതായത് അച്ഛനും, ജന്മം നൽകിയ അച്ഛനും രണ്ടാനമ്മയും അതിക്രൂരമായ മർദ്ദനം നടത്തി ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത്. എല്ലാ തലങ്ങളും പരിശോധിച്ചു. കാരണം 2013 നടന്ന കേസാണ്. ഇപ്പോൾ 11 വർഷമായി. 11 വർഷം ഈ കേസ് 2016 കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഇത്രയും ദീർഘനാൾ നീണ്ടുനിന്ന ഒരു വിസ്താരവും തെളിവെടുപ്പുകളും എല്ലാം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 സാക്ഷികൾ കിടപ്പ് രോഗികളായതുകൊണ്ട് തന്നെ അവരെ പോലും ഒഴിവാക്കാതെ അത് ജഡ്ജി പീരുമേട്ടിൽ നിന്ന് ജഡ്ജിയെ വിട്ട് കൃത്യമായി അവരുടെ അടക്കം മൊഴി എടുത്തതിന് ശേഷം എല്ലാ സാക്ഷികളും ഈ പ്രതികൾക്ക് എതിരെ പറഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ പോലും അവർക്ക് അനുകൂലമായി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോഴും പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗത്ത് വലിയ ആത്മവിശ്വാസമായിരുന്നു. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച ചില ആത്മവിശ്വാസങ്ങളാണ് അവർ പങ്കുവച്ചത്. കാരണം ഇവർ തന്നെയാണ് ആശുപത്രിയിൽ കുട്ടിയെ കൊണ്ടുവന്നത് എന്നുള്ളൊരു പ്രധാന ഇതാണ് പറഞ്ഞത്. കാരണം വധശ്രമമായിരുന്നില്ല ലക്ഷ്യം. വധശ്രമമായിരുന്നുവെങ്കിൽ കോടതിയിൽ മാതാപിതാക്കൾ ഇവർ തന്നെ ആശുപത്രിയിൽ ഈ പിതാവും രണ്ടാനമ്മയും തന്നെ ആശുപത്രിയിലാക്കിയത് അത് വധശ്രമത്തിന്റെ അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വാദമാണ് ഇവർ നടത്തിയത്. അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവത്തിൽ കോടതി കൃത്യമായ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. കാരണം ഈ പ്രതികളുടെയും പ്രതിഭാഗത്തിൻ്റെയും ഒക്കെ വാദങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസ് അതിൽ കണ്ടെത്തി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഇരുമ്പ് കമ്പി കൊണ്ട് എല്ലു നുറുങ്ങും വിധം മർദ്ദിച്ചത്, നിലത്തടിച്ച തരത്തിൽ തലയൊട്ടി തകരുന്ന തരത്തിലുള്ള ആക്രമണം ഒരുപക്ഷെ വീഴ്ചയിലല്ല, അത് ബോധപൂർവമാണ്. പിന്നീട് അത് മാത്രമല്ല, നേരത്തെയും അത്തരത്തിൽ മർദ്ദനം ഷഫീഖിന് ഏൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം അവരുടെ ഈ പിതാവിൽ നിന്നും അല്ലെങ്കിൽ രണ്ടാനമ്മയിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്ന അയൽവാസികളുടെ അടക്കമുള്ള, വീട്ടിലുള്ളവരുടെ അടക്കമുള്ള കാര്യങ്ങളെയൊക്കെ ക്രോഡീകരിച്ച് അതൊക്കെ കൃത്യമായി കോടതി മുറിയിലേക്ക് എത്തിക്കാൻ പോലീസിനായി എന്നതാണ് അതിലെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അർത്ഥഭാഗത്തിൽ നീതി ഷഫീഖിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അജിംഷാദ്, ഇപ്പോൾ ഈ കോടതി ഇപ്പം തൽക്കാലത്തേക്ക് വീണ്ടും പിരിതിരിക്കുകയാണ്. ഈ സെഷനിൽ തന്നെ വിധി പറയും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ വിധി പ്രസ്താവം അടക്കം എഴുതുന്നതിന് വേണ്ടി ശിക്ഷാവിധിയുടെ എന്തെങ്കിലും ഇപ്പോൾ അവരെ കേട്ടതിന് ശേഷം, ഈ പ്രതികൾ രണ്ടുപേരെയും കേട്ടതിന് ശേഷം എന്തെങ്കിലും ഈ ശിക്ഷാവിധിയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നതിന് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കണം ജഡ്ജി തൽക്കാലത്തേക്ക് ഈ കോടതി പിരിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും. ഈ ശിക്ഷാവിധി കേൾക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ കുറ്റക്കാരാണ് എന്ന് വിധിക്കുന്നത് കേൾക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? പ്രതികളൊക്കെ എത്തിയിരുന്നോ? പ്രതികൾ പ്രതികൾ ഹാജരായെങ്കിൽ മാത്രമേ ശിക്ഷാവിധി ഉണ്ടാകൂ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അവർ അതനുസരിച്ച് കഴിഞ്ഞ ദിവസവും വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം തന്നെ ആദ്യം ഒന്ന് പരിഗണിച്ചപ്പോൾ രണ്ടുപേരും ഹാജരായിരുന്നു. ഇന്നും ഹാജരായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ്. വേറെ ഇവർക്ക് ഈ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അതിനുശേഷം ഇവർക്ക് വാടക വീട് പോലും കൊടുക്കാൻ ആരും തയ്യാറാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയ്ക്ക് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം ഇവരുടെ അഡ്വക്കേറ്റ്സിന് മാത്രമാണ് അറിയാമായിരുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾ ഇന്ന് ഹാജരായി അവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ കുറ്റക്കാരാണ് എന്നുള്ള ഒരു വിധി ജഡ്ജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡീഷണൽ ജില്ലാ കോടതി, തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഈ രണ്ടുപേരെയും തങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കേൾക്കുന്നതിനായി ജഡ്ജിയുടെ അടുത്തേക്ക് വിളിച്ചു. അതിനുശേഷം അവരുടെ പ്രയർ കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കോടതി തൽക്കാലത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇന്ന് തന്നെ വിധി ഉണ്ടാകും, ശിക്ഷാവിധി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അജിത് സാർ, തീർച്ചയായും 11 വർഷത്തിന് ശേഷമാണ് നീണ്ട ആ പ്രോസസ്സ്. അത് നീതി പഴുതടച്ച് നീതി ലഭ്യമാക്കുക എന്നത് തന്നെയായിരുന്നു എല്ലാ വിഭാഗങ്ങളും
ആ അർത്ഥത്തിൽ ശ്രമിച്ചിരുന്നത്. മാത്രമല്ല ജോസിൽ സൂചിപ്പിച്ചതുപോലെ നാടൊന്നാകെ ഈ പ്രതികൾക്കെതിരാകുന്ന ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. നമ്മുടെ ആധുനിക പരിഷ്കൃത ഭാവങ്ങളൊക്കെ ചോർന്നു പോകുന്ന രീതിയിൽ പോലും ശിക്ഷാവിധി നടപ്പാക്കണമെന്നൊക്കെ അവർക്കെതിരെ അന്ന് കേരളം ആവശ്യപ്പെട്ടതാണ്. കാരണം അത് ശരിയല്ല എങ്കിൽ പോലും ആ രീതിയിലേക്ക് പോലും, കാരണം അത്രയേറെ ഒരു 5 വയസ്സുകാരൻ നേരിട്ട വലിയ ക്രൂരതകൾ ഇപ്പോഴും അവന് അതിൻ്റെ ശാരീരികമായ ദൗർബല്യങ്ങൾ പേറേണ്ടി വരുന്ന അവസ്ഥ. 11 വർഷം നീണ്ട ഈ പ്രക്രിയകൾക്കൊടുവിലാണ് ഇപ്പോൾ ആ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി പിന്നീടുണ്ടാകും അല്ലേ ജോസിൽ? ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും ജിംഷാദ്. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും കോടതിയുടെ വാതിലടക്കം ക്ലോസ് ചെയ്ത്, കാരണം കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതോടുകൂടി ഇനി പ്രതികൾ റിമാൻഡിലാകും. നേരത്തെ ഇവർക്ക് ജാമ്യം കിട്ടാനൊരു സാഹചര്യം ഉണ്ടായത് ഇവർക്ക് ഇതിനുശേഷവും 3 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികളുടെ എല്ലാം സംരക്ഷണം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ജാമ്യം നേടിയത്. ഏതായാലും ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതോടുകൂടി തന്നെ സ്വാഭാവികമായും അവർ റിമാൻഡിലേക്ക് ഇന്ന് വിധി ഉണ്ടായാലും ഇല്ലെങ്കിലും റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയുടെ വാതിൽ അടക്കം ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷം വിധി ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തിലാണ് ഇപ്പോൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ അഡീഷണൽ കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. ഈ 2013 ജൂലൈ 15 ഇത്തരത്തിൽ കട്ടപ്പനയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ എത്തിക്കുന്നത്. പക്ഷേ അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് അതിക്രൂരമായ പീഡനം ഈ കുട്ടിയെ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. തലച്ചോറ് ഗുരുതരമായി CT സ്കാൻ അടക്കം എടുത്തതിന് ശേഷം ഡോക്ടർമാരാണ് കണ്ടെത്തിയത് തലച്ചോറിന് ക്രൂരമായി തകരാറ് സംഭവിച്ചു. അതുപോലെ തന്നെ ദേഹമാസകലം പൊള്ളിച്ചതിന്റെ പാടുകൾ, കാലും കൈയും ഒക്കെ തല്ലി ഒടിച്ച അവസ്ഥ, ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുറ്റക്കാർ ഈ കുട്ടിയുടെ രണ്ടാനമ്മയും പിതാവും തന്നെയാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അതിനുശേഷമാണെങ്കിൽ പോലും സർക്കാർ ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. വെല്ലൂർ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വിദഗ്ധ ചികിത്സ കൊടുത്തു. ആ ചികിത്സയിൽ തുടർന്ന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രമാണുള്ളത്. ആ കുട്ടി ഇപ്പോഴും 17 വയസ്സ് ഇപ്പോൾ കുട്ടിക്കുണ്ട്. 17 വയസ്സായപ്പോഴും ആവശ്യമായ ബുദ്ധിവികാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ഇപ്പോഴും സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ണിന്റെ കാഴ്ച പരിമിതിയുണ്ട്, കാലും കൈയുമെല്ലാം വേണ്ട രീതിയിൽ ചലനശേഷി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു ജീവൻ തിരിച്ചു കിട്ടി എന്ന് മാത്രം പറയാവുന്ന അവസ്ഥയിലേക്ക് കുട്ടി എത്തിച്ചു. ഏതായാലും അതിനുശേഷം ഈ രാഗിണി എന്ന് പറയുന്ന ആയയുടെ സംരക്ഷണത്തിലാണ് ഈ ഷഫീഖ് ഇപ്പോൾ കഴിയുന്നത്. രാഗിണിക്കാണെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉചിതമായ നടപടി, ആദ്യം അറ്റൻഡർ പോസ്റ്റിൽ ജോലി കൊടുത്തു. അതപ്പോൾ ഈ കുട്ടിയെ പിരിഞ്ഞു നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് രാഗിണിയെ അറിയിച്ചതിനെ തുടർന്ന് ഈ കുട്ടിയോടൊപ്പം നിൽക്കുകയും രാഗിണിക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം കൊടുക്കുന്ന രീതിയിൽ പ്രത്യേക തസ്തിക സൃഷ്ടിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഈ മനുഷ്യ മനസാക്ഷിയെ ഇപ്പം നാടിന്റെയും സർക്കാരിന്റെയും മകനായി ഷഫീഖ് ജീവിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ വേറെ ആരും ഇത്തരത്തിൽ വിധി കേൾക്കാനും ഒന്നും എത്തിച്ചേർന്നിരുന്നില്ല. വിധി കേൾക്കാൻ ഏതായാലും കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അജിം ഷാ. തീർച്ചയായും ഇനി കാത്തിരിക്കുന്നത് ശിക്ഷാവിധിയുമാണ്. കാരണം ആ അർത്ഥത്തിൽ മലയാളിയെ നോവിപ്പിച്ച ഒന്ന് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ. മാത്രമല്ല ഈ കുഞ്ഞ് അപസ്മാരം വന്നതിനെ തുടർന്ന് കട്ടിൽ നിന്ന് വീണു എന്നായിരുന്നു ആദ്യം ഈ പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നീട് ജോസിൽ സൂചിപ്പിച്ചതുപോലെ നീണ്ട പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ്. പക്ഷേ അത് കേവലം അന്വേഷണത്തിൽ മാത്രമല്ല, അത് തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസും പ്രോസിക്യൂഷനും വിജയിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ അവർ കുറ്റക്കാരാണെന്ന് തെളിയുന്നതിലേക്ക് നയിക്കപ്പെട്ടത്. അതുകൂടി നമ്മൾ വളരെ അടിവരയിട്ട് കാണേണ്ട ഒന്നുകൂടിയാണ്. മാത്രമല്ല ജോസിൽ, ഈ കുട്ടിക്ക് ബുദ്ധി സംബന്ധമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ മർദ്ദനത്തിന് മുമ്പും. അതാണ് കുട്ടിയെ കൂടുതൽ മർദ്ദിക്കാനുണ്ടായ കാരണം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഷഫീഖിനെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ആക്രമണത്തിന് തക്കതായ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ കിട്ടണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ, പരമാവധി ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോസിൽ, തീർച്ചയായിട്ടും ഈ വകുപ്പുകൾ പ്രകാരമുള്ള പരമാവധി ശിക്ഷ അതനുസരിച്ചാണെങ്കിൽ ഒരു 12-നും 15-നും ഇടയ്ക്കുള്ള ഒരു വർഷം കിട്ടേണ്ടതാണ്. പക്ഷേ നിയമവിദഗ്ധർ പറയുന്നത് കുറഞ്ഞത് 10 വർഷമെങ്കിലും ഈ കേസിൽ വിധി പറയേണ്ടതാണ് എന്നുള്ളതാണ്
മറ്റു വക്കീലുമാരൊക്കെ പറയുന്നത്. ഏതായാലും കോടതിയാണ്, ജഡ്ജിയാണ് വിധി പ്രസ്താവിക്കേണ്ടത്. ഏതായാലും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി കോടതി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതായാലും ഈ ജഡ്ജി അടക്കം ഈ പോയി കുട്ടിയെ കണ്ടതാണ്, കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ എല്ലാ സാക്ഷികളും ഒരു സാക്ഷി പോലും ഈ പ്രതികൾക്ക് അനുകൂലമായി പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സാക്ഷികളും ഈ പ്രതികൾക്ക് രണ്ടുപേർക്കും എതിരെ മൊഴി കൊടുത്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ചികിത്സിച്ച ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് സാക്ഷി പറയുകയുണ്ടായി. കിടപ്പിലായ രോഗികൾ പോലും, ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ പോലും ഈ പ്രതികൾക്ക് എതിരായാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു ഉചിതമായ ശിക്ഷ കോടതിയുടെ ഭാഗത്തുനിന്ന് ഏതാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അജിൻ ഷാ.